ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബർഗറിലൊക്കെ വെക്കുന്ന ചിക്കൻ പാറ്റിയാണ്. അപ്പം അതിനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് നമുക്കിതിനായി ആവശ്യമുള്ളത്. അപ്പം ഞാൻ ചിക്കനിലെ എല്ലെല്ലാം കളഞ്ഞെടുത്ത് ചിക്കൻ മാത്രം മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്, ചിക്കൻ മാത്രം അരച്ചെടുക്കുക. ചിക്കൻ ഇത് ഞാനിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള പൊടിയായി കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അപ്പം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ എരിവ് കുറച്ച് കൂടുതൽ വേണം, കുറച്ചുകൂടി എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഒരു 5-6 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് ഒന്ന് കുഴച്ച് പാകാക്കി എടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് ബ്രെഡ് ക്രംസൊക്കെ നന്നായി കുഴച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ബോൾസ് ആക്കി എടുക്കുമ്പോൾ ഒരുപാട് വലിയ ബോൾസും ആവരുത്, എന്നാൽ ഒരുപാട് ചെറിയ ബോൾസും ആവരുത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് മുഴുവൻ റെഡിയാക്കിയതിന് ശേഷം ഓരോ ബോൾസും എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കണം. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ പരത്തുന്ന പോലെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. പരത്തിയെടുക്കുന്ന സമയത്ത് ഇത് ഒരുപാട് കട്ടിയിലാവരുത്, തിക്കായി നിൽക്കേണ്ട, കുറച്ച് തിന്നായിട്ട് മതി, കട്ടി കുറഞ്ഞിട്ട് മതി. ഇങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഉള്ളു പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. കനം കൂടിയാൽ ഉള്ളു വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. ഇനി ഞാനിത് ബട്ടർ, ഒരു പാൻ ചൂടാക്കി അതിലൊന്ന് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടറിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഫ്ലെയിം വളരെ കുറവാണ്. ഇനി ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വശം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കനം കുറഞ്ഞാവുമ്പോൾ ഇത് പച്ച ചിക്കൻ ആണല്ലോ, അപ്പോൾ കനം കുറച്ചിട്ടാക്കുമ്പോൾ ഉള്ളു പെട്ടെന്ന് വെന്ത് കിട്ടാൻ കുറച്ച് എളുപ്പമുണ്ടാവും. ഒരുപാട് കനത്തിലാക്കുമ്പോൾ ഉള്ളു വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും, കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് കനം കുറച്ചിട്ടാക്കാൻ പറഞ്ഞത്. ഇനി ഒരു വശം റെഡി ആയപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 വശവും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബർഗറിൽ വെക്കാം. അപ്പോൾ ഞാനതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ചീസ് ആ ചൂടിലൊന്ന് മെൽറ്റായി വരും. അപ്പോൾ ഇതോടുകൂടി തന്നെ ഇങ്ങനെ തന്നെ എടുത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് ബർഗറിലോട്ട് വെച്ച് കൊടുക്കാം. ചിക്കൻ പാറ്റി റെഡി.